കൊത്തവണ്ണം സ്വർഗീയ ഭവനമതിൽ വീണ്ടും ജനിപ്പിച്ചോനേ. മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ദേശനിവാസികളെ, നിങ്ങളെ ഏവരെയും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വൈകിയ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന് ദൈവരാജ്യത്തിന്റെ ചിന്തകളെ അറിയിക്കാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ ദൈവത്തിലെ സഹായം നമുക്ക് ലഭിച്ചിരിക്കുക. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ സഹായമില്ലാതെ നമുക്ക് ഈ ഭൂലോകത്ത് ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പ്രൈസ് ലോർഡ്. അതിന്റെ കാരണം എന്തെന്നാൽ ഈ ജീവന്റെ ഉറവിടമായ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ലഭ്യമാകുന്ന ഈ ജീവൻ തന്റെ ഏകപുത്രനായ ക്രിസ്തുവിൽ വന്ന് ആ ക്രിസ്തു ഇപ്രകാരം പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ. പ്രൈസ് ലോർഡ്. ഈ കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് എത്തിച്ചേർന്ന് യേശു ക്രിസ്തുവിനാൽ നൽകപ്പെടുന്ന ജീവന്റെ സന്ദേശവുമായി നിങ്ങൾക്ക് നിത്യം ജീവൻ ലഭിക്കണമെന്നുള്ളൊരു താല്പര്യമാ ഈ സന്ദേശത്തിന്റെ പുറകിൽ. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള സ്നേഹ സന്ദേശം ഓരോ തവണയും ഈ കുന്നംകുളത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തെന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും അനേക വിശ്വാസികളും അടങ്ങുന്ന ഈ കുന്നംകുളം പട്ടണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും തുടർന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവനെ പ്രാപിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടി കൊടുക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അതിന്റെ നിയോഗം തന്നിരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ലോർഡ്. നിത്യജീവനെ പ്രാപിച്ച് ഈ ലോക ജീവിതം കൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ നശിച്ചു പോകാനല്ല, നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് തന്റെ ഏകപുത്രനെ നമുക്ക് നൽകിയത് നമ്മൾ ഈ ലോകത്ത് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളതാണ്. കാണാതെ പോയതിനെ, നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞു പിടിച്ച് രക്ഷിച്ച് തന്റെ പിതാവിനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ക്രിസ്തു അനുസരിച്ച് അത് മാനവരാശിക്ക് കൈമാറി അത് തന്റെ ശിഷ്യന്മാരോട് ഭൂലോകത്ത് മുഴുവൻ അറിയിക്കണമെന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ ഈ സത്യമായി തീർന്നിരിക്കുക. ക്രിസ്തു പ്രകാരം പറയുന്നു, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു നമ്മെ അറിയിപ്പാനിടയായി തീർന്നിരിക്കുക. ഇപ്പൊ സത്യം അറിഞ്ഞാൽ മാത്രമാ നമുക്ക് ദൈവരാജ്യ ജീവിതം എങ്ങനെയുള്ളതാ ആണ് എന്ന് മനസ്സിലാക്കിയതിനകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുക. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പ്രിയരെ, ഈ വൈകിയ സമയം ജീവിത ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. പലരും ജോലി കഴിഞ്ഞ്, പലരും ജോലിക്ക് വേണ്ടി ഇന്ന് ലോകത്ത് ഉടനീളം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പല വാഹനങ്ങൾ കടന്നു പോകുന്നു. അതിലെല്ലാം തങ്ങളുടെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, മറ്റുപേർ മറ്റൊരിടം തേടി അവിടേക്ക് കടന്നു പോകുന്നവർ, അങ്ങനെ ഈ ഭൂലോകത്ത് മുഴുവൻ സഞ്ചരിക്കുന്നവരായി മനുഷ്യനെ കാണുകയാണ്. പ്രൈസ് ലോർഡ്. പക്ഷേ ഈ സഞ്ചാരം ഒരു ദിവസം നിൽക്കും എന്നും ആ നിന്നതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ കീഴിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത
മനുഷ്യനെ ഭരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായി സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ഇപ്രകാരം പറയുന്ന, ഒരുവൻ ശരീരത്തിലായിരിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലതും തീയതുമാകയാൽ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഇന്ന് റോട്ടിലും അതുപോലെ വാഹനത്തിലുമായിരിക്കുന്ന എല്ലാ ജനങ്ങളും ഒരു ദിവസം ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എന്തിനു വേണ്ടി എന്നാൽ ഈ ഭൂലോക ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന നേട്ടം ദൈവത്തിൽ നിന്ന് നേടുവാൻ വേണ്ടിയാ. നമ്മൾ ചെയ്ത പ്രവൃത്തി നല്ലതുമാകട്ടെ തീയതുമാകട്ടെ അതിന് തക്കവണ്ണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ഇതിനകത്ത് വരേണ്ടി വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം പ്രിയരെ മറന്നു പോകരുത്. ഇന്ന് മനുഷ്യനെ താളം തെറ്റിച്ച് അനേക കഷ്ടപ്പാടുകളുടെ ഇടയിൽ ജീവിതം പണിതെടുക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്ന ജനവിഭാഗത്തെയാണ് ഇന്ന് കാണുന്നത്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഒരുവൻ സർവ്വലോകവും നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? സർവ്വലോകവും നേടിയിട്ട് തന്റെ ദേഹിക്ക് നിത്യമായി ജീവിക്കേണ്ടുന്ന ആ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഓട്ടം ഓടിയാൽ എന്തു പ്രയോജനമാണ് മനുഷ്യ എന്ന് തിരുവചനം അറിയിക്കുക. മനുഷ്യനിന്നും ആ ലക്ഷ്യത്തിലേക്ക് തിരിയാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്നാൽ സത്യമായ ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾപ്പാൻ ഇതുവരെയും മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദർശനമാണ് ദൈവരാജ്യ സുവിശേഷം. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്കിതെല്ലാം ലഭിക്കുമെന്ന് യേശു ക്രിസ്തു പറയുവാനിടയായി തീർന്നു. മനുഷ്യൻ മുമ്പ് ചെയ്യേണ്ടത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. എന്തു തിന്നും എന്തുടുക്കുമെന്ന് വിചാരപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ടല്ല നിങ്ങൾ തീരേണ്ടത്. നിങ്ങൾ മുമ്പേ ദൈവരാജ്യത്തെ കുറിച്ച് ദർശനമുള്ളവരായിരിക്കണം. കാരണം എന്തെന്നാൽ ഇനി നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കാനുള്ളത് ആ പിതാവിനോടുകൂടെയുള്ള ജീവിതത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് ലോകം ഈ ദൈവബന്ധത്തിൽ മനുഷ്യൻ ജീവിക്കുവാനുള്ള താല്പര്യങ്ങളെ മനുഷ്യനിൽ നിന്ന് എടുത്തു കളയുകയാണ് ഇന്ന് ഈ പൈശാചിക ലോകം ചെയ്തു പോരുന്നത്. തന്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഏതെങ്കിലാക്കി വെച്ചപ്പോൾ ദുഷ്ടന്റെ ആലോചന പ്രകാരം ജീവിക്കുവാൻ ഒരു സന്ദേശം മനുഷ്യർക്ക് ലഭിച്ചത് മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ കാൽവറി കുരിശിൽ കൂടെ നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടായി എന്നുള്ളതാണ് തിരുവചനം നമ്മെ അറിയിക്കുന്നത്. അപ്രകാരം ആ സത്യമായ നിയോഗത്തിലേക്ക് കടന്നു വന്ന നിത്യജീവന്റെ അംശികളായി തീരുവാൻ, മനുഷ്യവംശത്തിൽ നിന്ന് ദൈവവംശത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ സ്വർഗത്തിലെ ദൈവം തന്റെ ചിന്ത തന്റെ രാജ്യമായ സന്ദേശത്തിൽ കൂടെ നമുക്ക് തരുമ്പോൾ പ്രിയരെ, ഈ ദൈവരാജ്യ സുവിശേഷത്തിന്റെ ദർശനമുള്ളവരായി നമ്മൾ ജീവിപ്പാൻ ഇടയായി തീരണമെന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല. മനുഷ്യന്റെ കഴിവും പ്രാഗൽഭ്യവും നോക്കുന്നില്ല, മനുഷ്യന്റെ സാമ്പത്തികത്തെ നോക്കുന്നില്ല. ഇതിനകത്ത് ഒരുവൻ ക്രിസ്തുവിൽ കൂടെ പുതിയ സൃഷ്ടിയായി ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ പുത്രനായി തീരണമെന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതം ഈ ലോക ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചാലും ഒരു ദിവസം മരണം നമ്മെ വേട്ടയാടുമ്പോൾ ഇതിനകത്ത് രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഒരു രാജ്യമുണ്ട്. അത് ദൈവരാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് പ്രവേശിപ്പാൻ വേണ്ടിയാ നമ്മുടെ ഭൂമിയിലെ ജീവിതം. അതുകൊണ്ട് ഈ സിതാവിന്റെ നമ്മോടുള്ള സ്നേഹം, തന്റെ പുത്രൻ വന്ന് ഈ ഭൂമിയിൽ പ്രദർശനം നടത്തി. ആ ദൈവപുത്രൻ നമ്മോട് പറയുന്നത് അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കണം, അതോടുകൂടെ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ചേർക്കപ്പെടുമെന്നുള്ള തിരുവചന പ്രകാരം പ്രിയരെ, ഈ ഭൂലോകത്തുള്ള ഏറ്റവും വലിയ നേട്ടം നമ്മൾ ദൈവത്തിന്റെ ഭവനമായി തീരുക എന്നുള്ളതാണ്. അതിലേക്ക് വന്ന് ഈ സന്ദേശത്തിന്റെ വാക്താക്കളായി തീർന്നുകൊണ്ട് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ്
നമ്മെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. ആ പിതാവിനോടുകൂടെ ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി ചേരണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം മാനവരാശിയെ കുറിച്ച്. ലോകം മുഴുവനും സുവിശേഷം ഈ സത്യപ്രചാരണം ചെയ്യാത്തത് കൊണ്ട് ഈ ലക്ഷ്യം മനുഷ്യന് തിരിച്ചറിയാതെ ഈ ലോക ജീവിതം ജാതിയിലും മതത്തിലും തീർന്നു പോകുന്ന നിലവാരത്തിലായി തീരാതെ നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രിയരെ, ഒരു കാലഘട്ടത്തിൽ മദ്യത്തിന് ലഹരിക്കും അടിമപ്പെട്ട ഈ കുന്നംകുളത്തിന്റെ തിരുവീതികളിൽ രാവും പകലും തിരിച്ചറിയാത്ത ജീവിതത്തിൽ നിന്ന് എന്നെ കരം പിടിച്ച ക്രിസ്തുവിൽ കൂടെ പിതാവുമായി ഒന്നിക്കുന്ന ഒരു ദൈവരാജ സന്ദേശം എന്റെ ജീവിതത്തിന്റെ അടിത്തറകളെ മാറ്റിയത്. ഇന്ന് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ഈ കുന്നംകുളത്തിന്റെ പരിസരത്ത് ദൈവവചനം പ്രസ്താവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായത്താൽ പ്രിയരെ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്, ക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നാൽ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇടയായി തീർന്നാൽ ഒരു പുതിയ ജീവിതത്തിന് ഉടമയായി തീരുമെന്നും അതിനെ തുടർന്ന് തന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്നുള്ള ഒരു സാക്ഷ്യം കൂടി ദേശമധ്യേ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത പ്രപഞ്ചത്തിന്റെ സിട്ടാവ് തന്റെ പുത്രനെ കൂടെ രക്ഷിക്കെ എന്നെ വിളിച്ചത്, ആ വിളിച്ച യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെ സ്നേഹിത, പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഈ ജീവിതം ഈ ഭൂമിയിൽ പാഴ്വേലയായി തീരാതെ നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ട ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ള ഒരു ചിന്ത കൂടി ഇന്ന് വൈകിയ സമയത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ദൈവരാജ്യ സുവിശേഷത്തിന്റെ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.